നമസ്കാരം പ്രിയമുള്ളവരെ, ഗ്ലോബൽ ന്യൂസിൻ്റെ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. അതായത് പ്രോസിക്യൂഷൻ സംബന്ധിക്കുന്ന വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന ഇൻ്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത. ഇന്തോനേഷ്യയിലെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ അദ്ദേഹത്തിൻ്റെ സ്കൂളിലെ തന്നെ സീനിയേഴ്സാകുന്ന 11, 12, 13 വയസ്സൊക്കെയുള്ള 5 കുട്ടികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു. ആ ബാലൻ കൊല്ലപ്പെട്ടു. 7 8 വയസ്സ് മാത്രമുള്ള ഒരു ചെറിയ ബാലൻ. ഈ കുഞ്ഞിനെ മർദ്ദിക്കുവാനുള്ള കാരണം അവൻ്റെ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ആണെന്നുള്ളതാണ് സങ്കടമായിട്ടുള്ള കാര്യം. സ്കൂളിൽ ഈ കുഞ്ഞ് നേരത്തെയും പോകുമ്പോൾ മുതിർന്ന കുട്ടികൾ ഇവനെ പരിഹസിക്കുകയും ഇൻസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം മെയ് മാസം 19-ാം തീയതി മൺഡേയിൽ ഈ കുഞ്ഞിനെ 4-5 മുതിർന്ന കുട്ടികൾ കൂടി വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുവാൻ ഇടയായി തീർന്നു. പബ്ലിക്കലി ഈ കുഞ്ഞിൻ്റെ പേര് പ്രസിദ്ധീകരിച്ചിട്ടില്ല. KB എന്ന ഒരു ഷോർട്ട് പേരിലാണ് അവനെ ഇപ്പോൾ മീഡിയകളിൽ പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ കുട്ടിയുടെ വീട്ടുകാർക്ക് മനസ്സിലായി ഈ കുഞ്ഞിന് കാര്യമായ പരിക്കേറ്റിട്ടുണ്ട്. അവർ സ്കൂളിൽ കംപ്ലൈൻറ്റുമായിട്ട് ചെന്നു. സ്കൂളിൻ്റെ പ്രിൻസിപ്പള്, അതായത് ഈ KB-യുടെ മാതാപിതാക്കളെയും അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കളെയൊക്കെ വിളിച്ചു വരുത്തി ഒരു അനുരഞ്ജന സംഭാഷണമൊക്കെ നടത്തി. അങ്ങനെ പീസ്ഫുള്ളി ആ വിഷയങ്ങൾ അവിടെ പരിഹരിക്കപ്പെട്ടു. പക്ഷേ ഈ കുഞ്ഞിന് ആന്തരികമായിട്ട് വലിയ പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളത് ആർക്കും മനസ്സിലായിട്ടില്ലായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ ഈ കുഞ്ഞ് വളരെയധികം വേദന വയറ്റിൽ അനുഭവപ്പെടുന്നതായിട്ട് പറഞ്ഞു. അങ്ങനെ അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ശേഷമാണ് മനസ്സിലായത് ഇവന് വയറ്റിൽ വലിയ ചവിട്ട് കിട്ടിയതുകൊണ്ട് ആന്തരികമായിട്ട് അവന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ കുഞ്ഞ് ഭൂമിയിൽ നിന്ന് വേർപെടുവാനിടയായി തീർന്നു. വലിയ സങ്കടമുള്ള ഒരു വാർത്തയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പ്രത്യക്ഷമായിട്ട് ഒരു ക്രിസ്ത്യൻ പെർസിക്യൂഷൻ എന്ന് വിളിക്കാൻ പറ്റുകയില്ല. കൊച്ചുകുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇതിനെ പാസീവ് പെർസിക്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, പരോക്ഷമായ മതപീഡനം നമുക്ക് വിളിക്കാം. കാരണം ഇത് ഇന്ന് ലോകവ്യാപകമായിട്ടുള്ള ഒരു സംഭവമാണ്. മറ്റൊരു വാർത്ത യൂറോപ്പിൽ നിന്ന് വരുവാനിടയായി തീർന്നു. അതായത് ഇംഗ്ലണ്ടിലൊക്കെ, ഗ്രേറ്റ് ബ്രിട്ടനിലൊക്കെ ആളുകൾ ക്രിസ്ത്യാനികളെ ഒരു സെക്കൻഡ് ക്ലാസ് ആളുകളായിട്ടാണ് ക്രിസ്ത്യാനികളെ കാണുന്നത് എന്ന അത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ക്രിസ്ത്യാനിറ്റിക്ക് എതിരായിട്ടുണ്ടാകുന്നതായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും വാർത്ത വരുന്നു. അത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരുപക്ഷെ ഈ അമിതമാകുന്ന സെക്കുലറിസവും ലിബറൽ ഇടതുപക്ഷ ആശയങ്ങളും പ്രത്യേകിച്ച് ഈ LGBT ഗ്രൂപ്പുകളുടെയൊക്കെ ഉള്ള ഒരു ഇൻഫ്ലുവൻസൊക്കെ കൊണ്ട് ക്രിസ്ത്യാനിറ്റിക്കെതിരെ ഒരു വലിയ ലോബിയിങ് തന്നെയാണ് ശക്തമായിട്ട് നടക്കുന്നത്. അത് ഓഫീസുകളിൽ ഡിസ്ക്രിമിനേഷന് കാരണമാകുന്നു, അവഗണനകൾക്ക് കാരണമാകുന്നു. ഇന്തോനേഷ്യയിലെ ഈ കുട്ടി, അവൻ ചെറിയ പ്രായം മുതൽ തന്നെ അവൻ പരിഹസിക്കപ്പെടുകയാണ് അവൻ്റെ ക്രിസ്ത്യൻ പേരിൻ്റെ ആ ഒരു കാരണത്താൽ. അവൻ പാർക്കുന്ന ദേശത്ത് ഭൂരിപക്ഷ മതം, അവരുടെ കൊച്ചുകുട്ടികൾ പോലും, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും എത്രയധികം മതപരമാകുന്ന ഒരു വിദ്വേഷത്തോടു കൂടിയാണ് പെരുമാറുന്നത്. ഇത് ഒരു ആഗോള ഫിനോമിനോൺ ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ കൊച്ചുകുട്ടികളുടെ ഉള്ളിൽ പോലും വലിയ ഹേറ്റർ ഉണ്ടാകത്തക്കവണ്ണമുള്ള ഒരു വിദ്വേഷത്തിൻ്റെ പകയുടെ അന്തരീക്ഷം ലോകവ്യാപകമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ പാസീവ് പെർസിക്യൂഷൻ എന്ന ഒരു ടെർമിനോളജിയിലൂടെ അഡ്രസ്സ് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.